ശ്രീമാൻ അയ്യൂബ് മൗലവി ഒരു വെല്ലുവിളിയുമായി രംഗത്ത് വരികയും ആ വെല്ലുവിളി നമ്മുടെ കുട്ടി ദൈവക്കാരും പുട്ടി ദൈവക്കാരും ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം നടത്തുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് സംവാദം ഉണ്ടായിട്ടുള്ളത്. സംവാദം പരിമിതമായ സമയം ആയതുകൊണ്ട് തന്നെ അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കാര്യങ്ങൾ പറയാൻ കഴിയും എന്നറിയില്ല. അവിടെ പറയാവുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സംവാദത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ദിവസമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. സംവാദം കഴിഞ്ഞ് ആവശ്യമെങ്കിൽ ഈ വീഡിയോ കൂടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സംവാദത്തിലേക്ക് എത്തിപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. വിഷയത്തെക്കുറിച്ച് മാത്രം പറയാം. 20 മിനിറ്റിലാണ് വിഷയം അവതരിപ്പിക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ ആ വിഷയം വളരെ പരിമിതപ്പെടുത്തി ചുരുക്കി മാത്രമേ അവിടെ അവതരിപ്പിക്കാൻ കഴിയൂ. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയേണ്ടതുമുണ്ട്. അതുകൊണ്ടാണ് വിശദമായി തന്നെ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ അത് സംസാരിക്കാമെന്ന് തീരുമാനിച്ചത്. വിഷയം ഇങ്ങനെയാണ്. അയ്യൂബ് മൗലവിയുടെ ഒരു സംസാര ശകലത്തിൽ നിന്ന് ഒരു ഭാഗമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ കുട്ടി ദൈവക്കാർ പ്രചരിപ്പിച്ചത്. അതിങ്ങനെയായിരുന്നു: അറബി എഴുതാനോ വായിക്കാനോ ജബ്ബാർ മാഷിന് അറിയില്ല. ആ മാഷാണ് ഇപ്പോൾ ഖുർആൻ ക്ലാസ് എടുക്കുന്നത്. ഖുർആൻ അറബിയിലുമാണ്. ഖുർആൻ വ്യാഖ്യാനിക്കാൻ ഒരു രീതിശാസ്ത്രമുണ്ട്. പ്രവാചകനാണ് അത് വ്യാഖ്യാനിച്ചു തന്നിട്ടുള്ളത്. ഞാൻ വരികൾക്കിടയിലൂടെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നാണ് ജബ്ബാർ മാഷ് പറയുന്നത്. പ്രവാചകൻ പഠിപ്പിക്കാത്ത, പ്രവാചകൻ്റെ അനുചരന്മാർക്ക് മനസ്സിലാകാത്ത, ഇതുവരെ മുസ്ലിം ലോകം മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ 2 മിനിറ്റ് കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ ജബ്ബാർ മാഷിൻ്റെ ഈ ഖുർആൻ ക്ലാസ്. അദ്ദേഹം അതിന് തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ്. ഇതായിരുന്നു വെല്ലുവിളി. ആ വെല്ലുവിളിയിൽ ഉൾക്കൊള്ളുന്ന വാചക ശകലങ്ങളാണ് ഈ കാണുന്നത്. ഇതിനെ ഞാൻ 4 പാർട്ടായി തന്നെ തിരിച്ചുകൊണ്ട് ഓരോ പാർട്ടിനോടുമുള്ള എൻ്റെ പ്രതികരണമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ട്: അറബി എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരാൾ ഖുർആൻ ക്ലാസ് എടുക്കുന്നു. ഖുർആനാകട്ടെ അറബിയിലുമാണ്. ഇതാണ് ഒന്നാമത്തെ ആരോപണം. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഞാൻ പരമാവധി ചുരുക്കി പറയാം. ഒന്ന്, ഇത് ഒരു സെൽഫ് ഗോളാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ ഖുർആനിനെക്കുറിച്ച് ഇസ്ലാമിക വിശ്വാസികൾ ലോകമെമ്പാടും ഇത്രയും കാലം പ്രചരിപ്പിച്ചു വന്നിട്ടുള്ള അവകാശവാദങ്ങളെ എല്ലാം കാറ്റാക്കി മാറ്റുന്ന ഒരു സെൽഫ് ഗോളാണ് ഇത്. അറബി ഭാഷ അറിയാത്ത ഒരാൾക്ക് ഖുർആനിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ കഴിയില്ല, അതിനുള്ള അവകാശവും അർഹതയും ഇല്ല എന്നാണല്ലോ ഇവിടുത്തെ ആരോപണം. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആനിനെ ഇന്ന് ലോകമെമ്പാടും ഓടി നടന്ന് ഉള്ളംകൈയിലിട്ട് അമ്മാനമാടിക്കൊണ്ട് ഖുർആൻ ക്ലാസ്സുകൾ എടുക്കുകയും ഖുർആൻ നിരൂപണം നടത്തുകയും ഖുർആനിൽ ഗവേഷണം നടത്തിക്കൊണ്ട് ഇതിൽ പറയുന്നത് പോലെ ഇന്ന് വരെ മുസ്ലിം ലോകത്താരും കേട്ടുകേൾവിയിലില്ലാത്തതും നബി പഠിപ്പിച്ചിട്ടില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നബി വ്യാഖ്യാനിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പുതിയ പുതിയ ശാസ്ത്രവിജ്ഞാനവും മറ്റും ഈ ഖുർആനിൽ നിന്ന് ഗവേഷണം നടത്തി കണ്ടെടുത്ത് അത് അണ്ടകടാഹം മുഴുവൻ മണ്ടി നടന്ന് ക്ലാസ് എടുത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക ഇൻ്റർനാഷണൽ ദഅ്വക്കാർ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ സാക്കിർ നായിക്ക്. തർക്കമൊന്നും ഉണ്ടാവില്ല ആ കാര്യത്തിൽ. 10,000-കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഖുർആൻ പഠിപ്പിക്കുകയും അങ്ങനെ ഖുർആൻ ദൈവത്തിൻ്റെ പുസ്തകമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റു മതക്കാരായിട്ടുള്ള ആളുകളെല്ലാം ഇസ്ലാമിലേക്ക് മാർക്കം കൂട്ടുകയും അങ്ങനെ ഇസ്ലാം വലിയൊരു കച്ചവട വ്യവസായമാക്കി മാറ്റി കോടികൾ സമ്പാദിച്ച് വലിയൊരു സ്ഥാപനം ഉണ്ടാക്കുകയും ചെയ്ത സാക്കിർ നായിക്ക്, അദ്ദേഹം ലോകം മുഴുവൻ ഓടി നടന്നിട്ട് ഖുർആൻ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. സാക്കിർ നായിക്ക് എന്ന ഈ മഹാദൈവക്കാരന് അറബി ഭാഷ അറിയില്ല എന്ന് എത്ര പേർക്കറിയാം? അദ്ദേഹത്തിന് അറബി ഭാഷ അറിയില്ല എന്നത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അറബി ഭാഷ അറിയില്ല എന്ന് മനസ്സിലാക്കിയ പല ആളുകളും അദ്ദേഹത്തെ പല സദസ്സുകളിലും വെച്ച് നാണം കെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ഇൻസിഡൻറ്റുകൾ നടന്നിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 2 ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഒന്ന്, ഒരു സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ഖുർആൻ സൂക്തം അങ്ങോട്ട് ഓതി. ഖുർആനിലെ അധ്യായത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഖുർആനിലെ ആയത്തിൻ്റെ നമ്പറോ ഒന്നും പറയാതെ ഒരാൾ ഒരു ഖുർആൻ ആയത്ത് അങ്ങോട്ട് ഓതിയിട്ട് ആ ഖുർആൻ ആയത്തിനെക്കുറിച്ച് സാക്കിർ നായിക്കിനോട് ഒരു ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ സാക്കിർ നായിക്ക് സ്റ്റേജിൽ നിന്നിട്ട് ചാപ്റ്റർ നമ്പർ വേഴ്സ് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യകർത്താവിൻ്റെ നേരെ
ചോദ്യം ഉന്നയിക്കുന്നതാണ് കണ്ടത്. ചോദ്യകർത്താവ് വീണ്ടും ചാപ്റ്റർ നമ്പറും വേഴ്സ് നമ്പറും പറയാതെ വീണ്ടും ആ ആയത്ത് ഒരിക്കൽ കൂടി അങ്ങോട്ട് ഓതി, ഈ ആയത്തിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. അതോടുകൂടി സ്റ്റേജിൽ നിന്നുകൊണ്ട് ചാപ്റ്റർ നമ്പർ വേഴ്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് വട്ടം കറങ്ങുകയും ബബ്ബ പേടിക്കുകയും ചെയ്യുന്ന സാക്കിർ നായിക്കിനെയാണ് പിന്നെ ആ സദസ്സ് കണ്ടത്. കാരണം ഖുർആനിൽ നിന്നൊരായത്ത് ഓതി കേൾപ്പിച്ചാൽ ആ ആയത്തിൻ്റെ അർത്ഥം പറയാനോ ആ ആയത്ത് ഏത് സൂറത്തിലാണ് ഏതായത്താണ് എന്ന് മനസ്സിലാക്കാനോ പോലുള്ള അറബി ഭാഷാ പാണ്ഡിത്യം ഈ മഹാനായ ദൈവക്കാരൻ ഉണ്ടായിരുന്നില്ല. ഇതുപോലെ മറ്റൊരു ഇൻസിഡൻറ്റ് ഇന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് തിരഞ്ഞാൽ കാണാം. ശ്രീലങ്കയിൽ വെച്ചിട്ട് കുറേ മൂല്യന്മാർ ഈ സാക്കിർ നായിക്കിനെ വട്ടമിട്ട് പിടികൂടി. എന്നിട്ട് അദ്ദേഹം ഇതിനു മുമ്പ് ഖുർആനിലെ ചില അറബി വാക്കുകൾക്ക് നൽകിയിട്ടുള്ള അർത്ഥവും വ്യാഖ്യാനവും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂല്യന്മാർ ഇദ്ദേഹവുമായിട്ട് തർക്കിക്കുന്നതാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത്. അവസാനം ഇദ്ദേഹത്തിന് അറബി ഭാഷ അറിയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ തനിക്ക് അറബി ഭാഷ അറിയില്ല എന്നുള്ളത് നാട്ടുകാരറിഞ്ഞപ്പോൾ അവസാനം ഇദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. ഇതാ കേട്ടോളൂ. Knowing Arabic is not a criteria to go to Jannah, because I myself don't know Arabic. I myself don't know Arabic as a language. Sure, a little bit here and there, I understand. I don't know Arabic as a language, but my son knows, mashallah. He knows better than me. He can translate the Quran directly, I can't. I don't know Arabic as a language, but my son knows. I have not gone to any Islamic university. No Islamic school, nor Islamic college, no Islamic university, but I'm giving talks. Thousands are coming, 10,000s are coming. I don't know Arabic as a language, number two. I'm not Hafizul Quran. Many people think I'm Hafizul Quran, I'm not. എന്താ സാക്കിർ നായിക്ക് പറയുന്നത്? ഒരു ഭാഷ എന്ന നിലയ്ക്ക് അറബി ഭാഷ എനിക്ക് അറിയില്ല, ഞാൻ അറബി ഭാഷ പഠിച്ചിട്ടില്ല, ഞാൻ ഒരു ഹാഫിളല്ല, ഖുർആൻ കാണാപ്പാഠം പഠിച്ച ആളല്ല, സ്വർഗത്തിൽ പോകാൻ അറബി ഭാഷ പഠിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരു വാചകം കൂടി അദ്ദേഹം അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. സ്വർഗത്തിൽ പോകാൻ അറബി ഭാഷ പഠിക്കേണ്ട കാര്യമില്ല. ആരാ പറയുന്നത്? ലോകത്തുള്ള മുഴുവൻ ആളുകളെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടാകാൻ വേണ്ടി ലോകത്തല്ല അണ്ടകടാഹം മുഴുവൻ മണ്ടി നടന്നിട്ട് ദഅ്വ നടത്തുന്ന ഖുർആൻ ക്ലാസ് എടുക്കുന്ന സാക്കിർ നായിക്കാണ് പറയുന്നത് സ്വർഗത്തിൽ പോകാൻ അറബി ഭാഷ അറിയേണ്ട കാര്യമില്ല, ഖുർആൻ ക്ലാസ് എടുക്കാൻ അറബി ഭാഷ അറിയേണ്ട കാര്യമില്ല. എൻ്റെ മകൻ അറബി ഭാഷ അറിയാം, മാഷാ അല്ലാഹ്, എൻ്റെ മകനാണ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത് എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അറബി ഭാഷ അറിയാത്ത സാക്കിർ നായിക്കിന് ലോകം മുഴുവൻ ഓടി നടന്ന ഖുർആൻ ക്ലാസ് എടുക്കാം എങ്കിൽ ജബ്ബാർ മാഷിക്ക് ഈ ഖുർആൻ പടച്ചോൻ്റെ പുസ്തകമല്ല എന്ന തൻ്റെ ബോധ്യം ഈ സമൂഹത്തോട് പറയാൻ ഒരു ക്ലാസ് നടത്തുന്നതിന് അറബി ഭാഷ എങ്ങനെയാണ് കൂട്ടരെ തടസ്സമാകുന്നത്? സാക്കിർ നായിക്കിന് മര്യാദയ്ക്ക് അള്ളാഹു എന്ന് അറബിയിൽ ഉച്ചരിക്കാൻ അറിയില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സാക്കിർ നായിക്ക് അള്ളാഹു എന്ന് മര്യാദയ്ക്ക് പറയുന്നത്? അല്ല അല്ല എന്നാണ് പറയുന്നത്. അറബി ഭാഷ അറിയുന്ന ഒരാൾ അല്ല അല്ല എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ അള്ളാഹു എന്ന് അറബിയിൽ ഉച്ചരിക്കാൻ പോലും അറിയാത്ത സാക്കിർ നായിക്കിന് ലോകം മുഴുവൻ ഓടി നടന്ന് ഖുർആൻ ക്ലാസ് എടുക്കാം. പക്ഷേ ജബ്ബാർ മാഷിക്ക് ഖുർആനെ വിമർശിക്കാൻ അറബി ഭാഷ അറിയണം, വിമർശനം ക്ലാസ്സാക്കി എടുക്കാൻ അറബി ഭാഷ അറിയണം. എന്തൊരു ലോജിക്കാണ് ഇതിലുള്ളത്? ഇനി സാക്കിർ നായിക്കിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദൈവക്കാരുണ്ടല്ലോ, ഇൻ്റർനാഷണൽ ദൈവക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഈ നാട്ടിൽ ആകെ ഓടി നടന്ന് മറ്റു മതക്കാരൊക്കെ വിളിച്ചു വരുത്തി സ്നേഹസംവാദം നടത്തി അവരെല്ലാം മാർക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഖുർആൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന, ഖുർആൻ ക്ലാസ് എടുക്കുക മാത്രമല്ല ഖുർആൻ എന്ന പുസ്തകത്തിന് ഖുർആനിനോളം വലിപ്പമുള്ള നിരൂപണ ഗ്രന്ഥം എഴുതിയിട്ടുള്ള സാക്ഷാൽ എം അക്ബർ. ഈ എം അക്ബറിൻ്റെ അറബി പാണ്ഡിത്യം നമ്മൾ ആഴക്കടൽ സംവാദത്തിൻ്റെ വേദിയിൽ വെച്ച് ലക്ഷക്കണക്കിന് മാലോകർ നേരിട്ട് കണ്ടതാണല്ലോ അല്ലേ? യഗഷാഹു ലമീർ ലുലുമാത്തിൽക്ക് മടങ്ങൂല ചങ്ങാതി എന്ന് സംവാദം രാവിലെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോഴേക്ക് മുജാഹിദ് പണ്ഡിതന്മാർ തന്നെ അറബി ഭാഷയുടെ ഗ്രാമറും അറബി ഭാഷയും എം അക്ബറിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോമഡി കാഴ്ചയാണ് മലയാളികൾ 3 കൊല്ലം മുമ്പ് കണ്ടത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കയറുന്ന താഴെ ഇറങ്ങാൻ എം അക്ബറിന് സാധിച്ചിട്ടില്ല. അറബി ഭാഷ അറിയില്ല എന്ന് പിറ്റേ ദിവസം എം അക്ബറിന് സമ്മതിക്കേണ്ടി വന്നു. കുട്ടികളിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പറയുകയാണ്, ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ അറബി ഭാഷയുടെ പ്രാഥമികമായിട്ടുള്ള ഗ്രാമർ പോലും അറിയാതെ അവിടെ മണ്ടത്തരം പറഞ്ഞതിനെ മുജാഹിദ് പണ്ഡിതന്മാർ തന്നെ ചോദ്യം ചെയ്യുകയും സുന്നി പണ്ഡിതന്മാർ മണിക്കൂറുകളോളം പഞ്ഞിക്കിടുകയും ചെയ്ത സാഹചര്യത്തിൽ
അക്ബറിൻ്റെ അറബി പാണ്ഡിത്യം ചോദ്യം ചെയ്യപ്പെട്ടു. ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂവിൽ അക്ബർ പറയുകയാണ്, എന്താ പറയുന്നത് കേട്ടോളി. ഞാൻ സത്യത്തിൽ ഔദ്യോഗികമായി മദ്രസ കാനമെന്റ് 5ാം ക്ലാസ് മദ്രസയാണ് എൻ്റെ ഇസ്ലാമിക വിദ്യാഭ്യാസം എന്നാണ്. പഠിക്കുന്ന കാലത്ത് ഞാൻ ഡിഗ്രി ഫിസിക്സ് ആണ്. പഠിക്കുന്ന കാലത്ത് തമാശക്ക് പോലും അറബി കോളേജുകളൊന്നും കയറി പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ആണ് എൻ്റെ ഇസ്ലാമികമായ. മദ്രസയിൽ 5ാം ക്ലാസ് വരെ ഞാൻ അറബി പഠിച്ചിട്ടുള്ളൂ, അതിനുശേഷം അറബി പഠിച്ചിട്ടില്ല. മദ്രസയിൽ 5ാം ക്ലാസ്സാണ് അക്ബറിൻ്റെ അറബി ഭാഷാ പാണ്ഡിത്യത്തിൻ്റെ യോഗ്യതയെങ്കിൽ ആ അക്ബറിന് ഖുർആനിന് നിരൂപണം എഴുതാം. ആ അക്ബറിനും സാക്കിർ നായിക്കിനും ഖുർആനിൽ ഊളിയിട്ട് ഗവേഷണം നടത്തിയിട്ട് ഖുർആനിൽ ഇന്നുവരെ ലോകത്ത് ഒരു പണ്ഡിതനും കണ്ടെത്തിയിട്ടില്ലാത്ത, ഒരു റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത, ഒരു റസൂലിൻ്റെയും രീതിശാസ്ത്രം അവലംബിച്ചിട്ടില്ലാത്ത ശാസ്ത്രവസ്തുതകൾ കടഞ്ഞെടുക്കുന്ന ഗവേഷണ ഫലങ്ങൾ വരെ ലോകം മുഴുവൻ ഓടി നടന്ന് പ്രചരിപ്പിക്കാം അല്ലേ? സാക്കിർ നായിക്കും അക്ബറും ഒക്കെ ഖുർആനിൽ ആഴത്തിൽ മുങ്ങിത്തപ്പി ഗവേഷണം നടത്തിയിട്ട് ഒട്ടകമുട്ട കണ്ടെടുത്തു, ഭൂമി ഉരുണ്ടതാണെന്ന് ഇതാ ഖുർആനിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരണം നടത്തി ഇല്ലേ? 7 ആകാശം ഒപ്പിക്കാൻ അന്തരീക്ഷ വായുവിൻ്റെ പാളികൾ ഇതാ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു, സ്റ്റാറ്റോസ്ഫിയർ, മറ്റേ സ്ഫിയർ ഇതൊക്കെ കണ്ടെത്തിയില്ലേ, ഇതാ 7 ആകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തെ വിഡ്ഢികളായ വിശ്വാസികളെയും മറ്റു മതക്കാരെയും കബളിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇവർ. ഖുർആനിൽ ഗവേഷണം നടത്തിയിട്ട് റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ, ഇന്നുവരെ മുസ്ലിം ലോകം കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചുകൊണ്ട് അത് ലോകമാകെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ദൈവക്കാർ. ആ ദൈവക്കാരിലെ 2 മഹാന്മാരാണ് പറയുന്നത്, അറബി ഭാഷ പഠിച്ചിട്ടില്ല കൂട്ടരേ. മദ്രസയിൽ 5ാം ക്ലാസ് വരെ അറബി പഠിച്ചിട്ടുള്ളൂ അക്ബർ ഇരുന്ന് പറയുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അക്ബറിനേക്കാളും സാക്കിർ നായിക്കിനേക്കാളും അറബി ഭാഷയിൽ യോഗ്യത എനിക്കുണ്ട്. ഞാൻ 5ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച അറബി 10ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എൻ്റെ 10ാം ക്ലാസ് പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. 50% മാർക്ക് അറബി 1ാം ഭാഷയായ അറബിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് 10ാം ക്ലാസ് പരീക്ഷയിൽ. അപ്പോൾ 10ാം ക്ലാസ്സിൽ 50% മാർക്കോട് കൂടി അറബി പാസ്സാവണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അത് എഴുതാനും വായിക്കാനും അറിയണ്ടേ? എഴുതാനും വായിക്കാനും അറിയില്ല എന്നാണ് ഇവിടെ എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, സാക്കിർ നായിക്കിനേക്കാളും അക്ബറിനേക്കാളും അറബിയിൽ യോഗ്യത എനിക്കുണ്ട്. ആ യോഗ്യത വെച്ചുകൊണ്ട് ഞാൻ ഖുർആനിൽ വലിയ ഗവേഷണമൊന്നും നടത്തുന്നില്ല, ഞാൻ ഖുർആൻ്റെ അകത്ത് മുങ്ങിത്തപ്പി ഗവേഷണമൊന്നും നടത്തുന്നില്ല. ഖുർആനെ കുറിച്ച് പണ്ഡിതന്മാർ ഭാഷാന്തരം ചെയ്ത് എഴുതി വെച്ചിട്ടുള്ള തഫ്സീറുകളെയും വ്യാഖ്യാനങ്ങളുടെയും ഞാൻ മലയാളത്തിൽ ലഭ്യമായിട്ടുള്ള ഇസ്ലാമിൻ്റെ മറ്റു ഗ്രന്ഥങ്ങൾ, ഹദീസുകൾ, ചരിത്രം അതുപോലുള്ള ഗ്രന്ഥങ്ങളെയൊക്കെ അവലംബിച്ചുകൊണ്ട് ഇത് പഠിച്ചവൻ്റെ പുസ്തകമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാനിങ്ങനെ ക്രമമായിട്ട് ആ ഖുർആൻ്റെ അധ്യായങ്ങളും ആയത്തുകളും എടുത്തുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഖുർആനിൻ്റെ ഉള്ളടക്കമാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഖുർആൻ എങ്ങനെ ഓതണം എന്ന് പഠിപ്പിക്കുന്ന തജ്വീദിൻ്റെ ക്ലാസ് ഞാൻ എടുക്കുന്നില്ല. ഖുർആൻ എങ്ങനെ മനപ്പാഠം പഠിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഹിഫ്ളിൻ്റെ ക്ലാസ് ഞാൻ എടുക്കുന്നില്ല. ഹിഫ്ളിൻ്റെ സ്കൂളിലും തജ്വീദിൻ്റെ സ്കൂളിലൊന്നും ക്ലാസ് എടുക്കാൻ ഞാൻ പോകുന്നില്ല. ഞാൻ ഖുർആനിൻ്റെ ഉള്ളടക്കം, ഖുർആനിലെ ആശയങ്ങൾ, ആ ആശയങ്ങൾ എത്രത്തോളം കാലഹരണപ്പെട്ടിരിക്കുന്നു, അതെത്രത്തോളം യുക്തിക്ക് നിരക്കാത്തതാണ്, അതെത്രത്തോളം മാനവികതയ്ക്ക് നിരക്കാത്തതാണ്, അതെത്രത്തോളം മനുഷ്യവിരുദ്ധമാണ് എന്ന കാര്യങ്ങളാണ് ഞാൻ ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറയാനാണ് ഞാൻ ഖുർആൻ ക്ലാസ് നടത്തുന്നത്. ആ ഖുർആൻ ക്ലാസ് നടത്താൻ അറബി ഭാഷയൊന്നും അറിയേണ്ട ഒരു കാര്യമില്ല. അറബി ഭാഷയിലുള്ള ഖുർആനിന് 1,900 പരിഭാഷകളും വ്യാഖ്യാനങ്ങളും നമ്മുടെ മുമ്പിൽ എല്ലാ ഭാഷയിലും ലഭ്യമാണ്. അതിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന തഫ്സീറുകളും വ്യാഖ്യാനങ്ങളും പരിഭാഷകളും ഒക്കെ വായിച്ചാൽ തന്നെ ഏകദേശം അതിൻ്റെ ഉള്ളിലുള്ള ആശയം എന്താണെന്ന് പിടികിട്ടും. ആ ആശയത്തെക്കുറിച്ച് സംസാരിക്കാൻ മൂലഭാഷ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഖുർആന് 6 വോളിയത്തിലുള്ള ബൃഹത്തായ തഫ്സീർ എഴുതിയ മൗദൂദിക്ക് അറബി ഭാഷ അറിയില്ല എന്നാണ് ഇവിടുത്തെ മൗദൂദികളല്ലാത്ത മതപണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്. മുജാഹിദിൻ്റെയും സുന്നിയുടെയും വലിയ വലിയ പണ്ഡിതന്മാരും നേതാക്കന്മാരും മൗദൂദിക്കെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം മൗദൂദി അറബി അറിയാതെ ഖുർആൻ പഠിച്ച് ഖുർആന് തഫ്സീർ എഴുതിയെന്നാണ്. അപ്പോൾ ഖുർആന് തഫ്സീർ എഴുതാൻ പോലും അറബി ഭാഷ അറിയേണ്ട കാര്യമില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി അക്ബറും സാക്കിർ നായിക്കും മൗദൂദിയൊക്കെ അവിടെ നിൽക്കട്ടെ. ആരാണ് ഈ ഖുർആൻ വാക്യങ്ങൾ ഈ ലോകത്ത് വന്നിട്ട് പറഞ്ഞത്? ആരുടെ വായിൽ കൂടെയാണ് ഈ ഖുർആൻ വാക്യങ്ങൾ ലോകത്തിന് കിട്ടിയത്? മുഹമ്മദിൻ്റെ വായിൽ കൂടെ.
മുഹമ്മദ് അക്ഷരം പഠിച്ചിട്ടില്ല എന്നതാണ് വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു ദുഃഖസത്യം. എഴുത്തും വായനയും അറിയാത്ത, അക്ഷരം പഠിച്ചിട്ടില്ലാത്ത മുഹമ്മദിന് ഖുർആൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പുസ്തകം അവതരിപ്പിക്കാമെങ്കിൽ, എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദിന് ഖുർആൻ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തരാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് കൂട്ടരെ ആ ഖുർആൻ വിമർശിക്കാൻ, വിമർശനം ക്ലാസ്സായിട്ടെടുക്കാൻ നമ്മൾ അറബി ഭാഷ പഠിക്കുന്നത്? ഇനി റസൂലിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അള്ളാൻ്റെ കാര്യം എന്താ? ഈ റസൂല് സ്കൂളിൽ പോകാത്തതിൻ്റെ മുഴുവൻ ദുരന്ത ഫലവും അനുഭവിക്കുന്ന ആളാണ് അള്ളാഹ്. അള്ളാഹ്ക്ക് അറബി അറിയില്ല. അള്ളാഹ്ക്ക് അറബി മാത്രമല്ല, അള്ളാഹ്ക്ക് ഒരു ഭാഷയും അറിയില്ല. അള്ളാഹ്ക്ക് മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയുടെ യൂണിവേഴ്സൽ ഗ്രാമറിനെ കുറിച്ച് പോലും യാതൊരു ഗ്രാഹ്യവുമില്ല. അതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ഇറക്കിയ യൂസർ മാനുവൽ, കാറ്റലോഗ് എന്നൊക്കെ പറയുന്ന പുസ്തകത്തിൽ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പൂർണ്ണതയുള്ള ഒരു വാക്യം പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു വാചകം പോലും മനുഷ്യർക്ക് അർത്ഥശങ്കയില്ലാതെ, സംശയവും തർക്കവുമില്ലാതെ, ആശയവ്യക്തതയോടുകൂടി വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരൊറ്റ വാചകം പോലും 6000-ൽ പരം വാചകങ്ങളില്ല ഈ ഖുർആനിൽ കാണാൻ സാധ്യമല്ല. എന്താ കാരണം? മുഹമ്മദ് സ്കൂളിൽ പഠിക്കാത്തതുകൊണ്ട്, മുഹമ്മദിന് എഴുത്തും വായനയും അറിയാത്തതുകൊണ്ട്, മുഹമ്മദിന് സംസാര ഭാഷയായ കൊളോക്കിയൽ ഭാഷ മാത്രം അറിയാമായിരുന്നുള്ളൂ എന്നതുകൊണ്ട്, മുഹമ്മദ് ഗ്രാമറില്ലാത്ത സംസാര ഭാഷയിൽ കാര്യങ്ങൾ പറയാൻ മാത്രമേ മുഹമ്മദിന് അറിയുമായിരുന്നുള്ളൂ എന്നതുകൊണ്ടാണ് മുഹമ്മദിൻ്റെ വായ വാടകയ്ക്കെടുത്ത അള്ളാഹുവിന് മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഗ്രാമറുള്ള സ്റ്റാൻഡേർഡ് ഭാഷയിൽ കാര്യങ്ങൾ പറയാൻ കഴിയാതെ പോയത്. അപ്പോൾ അള്ളാഹ്ക്ക് അറബി അറിയില്ല, അള്ളാഹ്ക്ക് ഭാഷ അറിയില്ല, അള്ളാഹ്ക്കൊരു കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഭാഷാസിദ്ധിയില്ല. അതിൻ്റെ കുഴപ്പമാണ് കൂട്ടരെ ഈ ഖുർആനിലും ഈ ഖുർആൻ കൊണ്ടു നടക്കുന്ന മുസ്ലിം സമൂഹത്തിലും ഇന്നും 1000 ഗ്രൂപ്പുകളായി തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചത്. കാരണം ഓരോ ഖുർആൻ വാക്യങ്ങളും എടുത്തിട്ട് പണ്ഡിതന്മാർ തർക്കിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം എൻ്റെ ഓരോ ഖുർആൻ ക്ലാസ്സിലും നിങ്ങൾക്ക് അതിൻ്റെ 1000കണക്കിന് ഉദാഹരണങ്ങൾ ഇതിനകം കിട്ടിക്കഴിഞ്ഞു. ഓരോ വാക്യം വായിച്ചിട്ട് ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് എന്നതിനെക്കുറിച്ച് അറബി അറിയാത്തവരല്ല തർക്കിക്കുന്നത്. അറബി ഭാഷയിൽ കലക്കി കുടിച്ച്, ഖുർആൻ കലക്കി കുടിച്ച് വ്യാഖ്യാനിക്കാൻ പേനയും കടലാസും എടുത്ത് ഇരുന്ന മുഫസ്സിറുകൾ, അറബി ഭാഷാ പണ്ഡിതന്മാരാണ് ഇരുന്നിട്ട് ഈ എഴുതിയിരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അതങ്ങനെയല്ല, അതിങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കുന്നത്. ഇത് ഖുർആൻ ക്ലാസ്സിലുടനീളം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആർക്കാണ് അറബി ഭാഷ അറിയാത്തത്? അള്ളാഹ്ക്കറിയില്ല. കാരണം അള്ളാഹ്ക്ക് അറിയണമെങ്കിൽ റസൂലിനറിയണം. റസൂലിൻ്റെ ഫേക്ക് ഐ ഡിയാണ് അള്ളാഹ്. അപ്പോൾ റസൂലിന് ഭാഷ അറിയാത്തതുകൊണ്ട്, റസൂൽ സ്കൂൾ പഠിക്കാത്തതുകൊണ്ട് അള്ളാഹുവിനും മര്യാദക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങളൊരു ഖുർആനിൻ്റെ പരിഭാഷ എടുത്തിട്ട് വായിക്കാം. അതിൽ ബ്രാക്കറ്റുകളില്ലാതെ ഒരു വാചകം പൂർത്തിയാക്കിയത് എത്ര വാചകങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിച്ചോ. ലോകത്ത് ബ്രാക്കറ്റുകളുള്ള പുസ്തകങ്ങൾക്ക് ഗിന്നസ് ബുക്കിൽ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അത് ഖുർആൻ പരിഭാഷയ്ക്കല്ലാതെ വേറൊരു പുസ്തകത്തിനും കിട്ടില്ല. കാരണം ഖുർആനിലുള്ളത്ര ബ്രാക്കറ്റുകൾ ലോകത്ത് വേറൊരു പുസ്തകത്തിലും ആവശ്യമായി വന്നിട്ടില്ല. എന്തിനാണ് ഈ ബ്രാക്കറ്റ് ഇടുന്നത്? എന്തുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇടേണ്ടി വരുന്നത്? ഒരു വാചകം പറഞ്ഞാൽ ആ വാചകം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് വായിക്കുന്നവർക്ക് മനസ്സിലാവണമെങ്കിൽ ആ വാചകം പൂർണ്ണത ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ തലക്കലും നടുക്കും പാലുങ്കലും എല്ലായിടത്തും ബ്രാക്കറ്റ് ഇട്ടിട്ട് കുറേ വാക്കുകളോ വാക്യങ്ങളോ എഴുതി ചേർക്കണം. ഇങ്ങനെ ഒരു ഗതികേട് ഒരു ദൈവം മനുഷ്യർക്ക് കാറ്റലോഗ് ഇറക്കി കൊടുത്തു എന്ന് പറയുന്ന ഈ പുസ്തകത്തിലുണ്ടായെങ്കിൽ എന്താണ് നമ്മളതിന് മനസ്സിലാക്കേണ്ടത്? MT വാസുദേവൻ നായർ നല്ല ഒന്നൊന്നര ഒരു ട്രോള് ഖുർആനെ കുറിച്ച് അവതരിപ്പിച്ചത് ഞാൻ കാണിച്ചത്. ഇത് നമ്മുടെ മുസ്തഫ മൗലവി അദ്ദേഹത്തിൻ്റെ ഖുർആൻ അകമ്പൊരുൾ എന്ന പുസ്തകത്തിൻ്റെ 4ാം വാള്യം പ്രകാശനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള ഒരു സുവനിയറാണ്. ഈ സുവനിയറിലേക്ക് ഒരു ആശംസ ചോദിച്ചുകൊണ്ട് അദ്ദേഹം MT വാസുദേവൻ നായരെ സമീപിച്ചു. MT ഒരു നല്ല ഒരു ട്രോൾ എഴുതി കൊടുത്തു. അത് ഈ ചട്ടയുടെ 1ാം ചട്ടയിൽ തന്നെ അവർ MTയുടെ പടത്തോടു കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്ക്. ബ്രാക്കറ്റുകളില്ലാത്ത തെളി മലയാളത്തിലുള്ള ഖുർആൻ എന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ വായിക്കാൻ ആഗ്രഹമുണ്ട്. ആശംസയൊന്നുമില്ല, നല്ല ഒരു ട്രോൾ അങ്ങോട്ട് വെച്ചു കൊടുത്തു.
ബ്രാക്കറ്റുകളില്ലാതെ തെളിമലയാളത്തിൽ വായിക്കാൻ കിട്ടുന്ന ഒരു ഖുർആൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വായിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് മലയാള സാഹിത്യത്തിൻ്റെ കുലപതിയായ MT വാസുദേവൻ നായർ പറഞ്ഞുവെങ്കിൽ MTക്ക് പോലും ഖുർആൻ എന്താണ് എന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെയാണോ ഒരു കാറ്റലോഗ് ഇറക്കുക? മനുഷ്യന്മാർക്ക് ഒരു ജീവിതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം ആകാശത്ത് നിന്ന് ഇറക്കിയ ഒരു പുസ്തകത്തിൽ ഇങ്ങനെയാണോ യൂസർ മാനുവൽ കൊടുത്തേക്കുക? നിങ്ങൾ ഏതെങ്കിലും കമ്പനി ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ട് ആ പ്രോഡക്റ്റിൻ്റെ യൂസർ മാനുവൽ ഇങ്ങനെ ആർക്കും വായിച്ചാൽ മനസ്സിലാവാത്ത കോലത്തിൽ ഇറക്കിയത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇനിയിപ്പോൾ യൂസർ മാനുവൽ ഇറക്കുക ഒരു ഭാഷയിലാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കാനും എല്ലാ രാജ്യത്തും ഉപയോഗിക്കാനും വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്ന് ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഇറക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ചൈനയിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ചൈനയിലെ പ്രോഡക്റ്റുകളാണെന്ന് ലോക മാർക്കറ്റിൽ എല്ലായിടത്തും എത്തുന്നത്. അങ്ങനെ ലോകത്ത് എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ചൈന ഒരു പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ കൂടെ അതിൻ്റെ ഒരു യൂസർ മാനുവലും കൂടെ തയ്യാറാക്കി അയക്കുമ്പോൾ അത് ചൈനീസ് ഭാഷയിൽ മാത്രം എഴുതി കൊടുത്തയച്ചിട്ട് ലോകത്തുള്ള എല്ലാവരും ചൈനീസ് ഭാഷ പഠിച്ചിട്ട് ഈ സാധനം മേടിച്ചാൽ മതി എന്ന് തലക്ക് വെളിവുള്ള ഒരു കമ്പനി മാനേജർ പറയുമോ? ഇല്ലയെന്ന് മാത്രമല്ല, ലോകത്ത് മനുഷ്യർ ഈ സാധനം ഉപയോഗിക്കാൻ, ഈ ഉപകരണം ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ ഭാഷകളുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കാറ്റലോഗ് എല്ലാ ഭാഷകളിലും ഭാഷാന്തരം ചെയ്തിട്ട് അതാത് രാജ്യങ്ങളിൽ ഈ പ്രോഡക്റ്റ് കൊടുത്തയക്കുമ്പോൾ കൂടെ കൊടുത്തയക്കുകയാണ് തലക്ക് വെളിവുള്ള കമ്പനി മാനേജർ ചെയ്യുക. എന്നാൽ ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന പടച്ചോൻ ലോകത്ത് 1,900 ഭാഷകൾ സംസാരിക്കുന്ന കോടാനകോടി മനുഷ്യരുള്ള ഒരു ലോകത്തേക്ക് എല്ലാ അപ്ഡേഷനും തീർത്ത് പൂർത്തിയാക്കിയ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 1400 കൊല്ലം മുമ്പ് ഇറക്കിയ കാറ്റലോഗ് അറബി ഭാഷയിൽ ഇറക്കുകയും എന്നിട്ട് ആ അറബി ഭാഷയിൽ തന്നെ വായിച്ചാൽ, അറബി അറിയുന്നവർക്ക് തന്നെ വായിച്ചാൽ ഒരു വാചകം പോലും മനസ്സിലാവാതിരിക്കുകയും എന്നിട്ട് അതിന് 1,900 തഫ്സീറുകളും വ്യാഖ്യാനങ്ങളും ഇറക്കി ആളുകൾ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ലോകത്ത് മറ്റൊരു ഭാഷയിലേക്കും ഇത് ഭാഷാന്തരം ചെയ്താൽ പോലും ഇത് മനസ്സിലാവില്ല, ഈ ഭാഷ പഠിച്ച് ഈ മൂലഭാഷയായ അറബി പഠിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ എന്ന് ബഡായി പറയുകയും ചെയ്താൽ ഈ പ്രോഡക്റ്റ് ഇറക്കിയ, ഈ കാറ്റലോഗ് ഇറക്കിയ പടച്ചോന് തലക്ക് വെളിവില്ല എന്നല്ലാതെ വേറെ എന്താണ് അതിനർത്ഥം? ഇതാണ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഇറക്കിയതാണ് ഈ പുസ്തകം എന്നാണ് ഇന്ന് ഇസ്ലാമിൻ്റെ ദൈവക്കാർ അവകാശപ്പെടുന്നത്. പക്ഷേ ഖുർആൻ അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല കേട്ടോ. ഖുർആനിൽ വേറെ കോമഡി ഉണ്ട്, അത് ഞാൻ പറയാം. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ട് ഇറക്കിയ ഒരു യൂസർ മാനുവലും കാറ്റലോഗുമാണ് ഈ സാധനമെങ്കിൽ ഇത് ഇറക്കുന്ന പഠിച്ചവൻ എന്താ ചെയ്യേണ്ടത്? ലോകത്ത് എത്ര ഭാഷയുണ്ട് എന്ന് നോക്കണം. എന്നിട്ട് ആ ഭാഷയിലെല്ലാം ഇതിൻ്റെ കോപ്പികൾ ഇറക്കണം. സർവജ്ഞാനിയും സർവശക്തനും അല്ലേ പഠിച്ചവൻ? വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഒക്കെ ഒന്നങ്ങോട്ട് പറഞ്ഞാൽ പോരെ, ലോകത്തുള്ള എല്ലാ ഭാഷയിലും ഇതിൻ്റെ കോപ്പി അപ്പം തന്നെ അങ്ങോട്ട് റെഡിയാവില്ലേ? അങ്ങനത്തെ കഴിവുള്ള പഠിച്ചവൻ ലോകത്തുള്ള എല്ലാ ഭാഷയിലും എന്തുകൊണ്ട് ഖുർആൻ ഇറക്കിയില്ല? ഇനി അതുപോട്ടെ, ഇനി അറബിയിൽ നിന്ന് ലളിതമായിട്ട് മറ്റു ഭാഷകളിലേക്ക് മനുഷ്യർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇറക്കിയതെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാം. പക്ഷേ അതുമല്ല, അറബി പഠിച്ച അറബികളായ ആളുകൾക്ക് തന്നെ ഇത് വായിച്ചിട്ട് ഒരു വാചകം പോലും തർക്കമില്ലാത്ത രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ കാറ്റലോഗ് ഇറക്കിയ ചങ്ങാതിക്ക് വെളിവില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ ഖുർആനിൽ എന്താ പറയുന്നത്? ഈ അറബി ഭാഷയിൽ ഖുർആൻ ഇറക്കിയതിൻ്റെ കാരണം എന്താണെന്ന് അന്നത്തെ മക്കക്കാർ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പഠിച്ചോൻ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇറക്കുന്ന പുസ്തകമാണെങ്കിൽ ആ പുസ്തകം എന്തിനാണ് അറബി ഭാഷയിൽ ഇറക്കുന്നത്? നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ അറബി സംസാരിക്കുന്നുള്ളൂ എന്ന് വെളിവുള്ള ആളുകൾ അന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് ഖുർആനിൽ ഒരുപാട് വെളിപാടുകൾ ഇറക്കിയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇത് നോക്കൂ, നിങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി അറബി ഭാഷയിൽ ഒരു ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ നിങ്ങളാരാണ്? മക്കയിലുണ്ടായിരുന്ന അറബികളോട് പറഞ്ഞതാണിത്. മക്കയിലുണ്ടായിരുന്ന അറബികളോട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാഷയായ അറബിയിൽ ഖുർആൻ ഇറക്കിയിരിക്കുന്നു എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലുള്ള ഹിന്ദി സംസാരിക്കുന്ന, തമിഴ് സംസാരിക്കുന്ന, മലയാളം സംസാരിക്കുന്ന നമുക്ക് വേണ്ടി അള്ളാഹു ഈ ഖുർആൻ ഇറക്കിയിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് വേണ്ടിയല്ല അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്, ആ മക്കയിലുള്ള അറബികൾക്ക് വേണ്ടിയാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ഇത് അടുത്ത് നോക്കൂ, 42-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം. അപ്രകാരം നിങ്ങൾക്ക് നാം അറബി ഭാഷയിലുള്ള ഖുർആൻ ബോധനം നൽകിയിരിക്കുന്നു, ഉമ്മുൽ ഖുറായിലുള്ളവർക്കും അതിന് ചുറ്റുമുള്ളവർക്കും നീ താക്കീത് നൽകുവാൻ വേണ്ടിയും. എന്താണ് ഈ ഉമ്മുൽ ഖുറ?
ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ മക്കയാണെന്നാണ് പറയുന്നത്. അപ്പം മക്കയിലും മക്കയ്ക്ക് ചുറ്റുമുള്ള കുറച്ച് ആളുകൾക്കും താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ട് അറബി ഭാഷയിൽ ഞാൻ ഈ ഖുർആൻ നിനക്കിറക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു മുഹമ്മദിൻ്റെ തൊള്ളയിൽ കൂടെ മുഹമ്മദിനോട് പറയുന്നതാണ്, മക്കയിൽ വെച്ച് പറഞ്ഞതാണ് ഈ വാക്യം. അപ്പോൾ ഖുർആൻ ഇറക്കിയത്, അറബിയിൽ ഇറക്കിയത് ആർക്കും വേണ്ടിയിട്ടാണ്? നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ടാണോ? ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ടാണോ? തമിഴന്മാർക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ഇത് അറബി ഭാഷ അറിയുന്ന മക്കക്കാർക്ക് വേണ്ടിയിട്ട് ഇറക്കിയതാണ് എന്നാണ് ഈ ഖുർആനിൽ പറയുന്നത്. അടുത്ത വാചകം നോക്കൂ, 44-ാം അധ്യായത്തിൽ 58-ാം വാക്യം. ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലഅല്ലഹും യതദക്കറൂൻ. നിനക്ക് നിൻ്റെ ഭാഷയിൽ ഇതിനെ നാം ലളിതമാക്കി തന്നിട്ടുള്ളത് അവർ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാകുന്നു. നിൻ്റെ ഭാഷയിൽ, അതായത് മുഹമ്മദേ നിൻ്റെ ഭാഷയായ അറബിയിൽ ഈ ഖുർആൻ ഞാൻ ലളിതമാക്കി തന്നിട്ടുള്ളത് ഈ അറബികൾ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാകുന്നു. 44-ാം അധ്യായത്തിൽ 58-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ ഖുർആൻ ഇറക്കിയത് ആർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്? മക്കയിലും പരിസരത്തുള്ള അറബികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അറബികളുടെ ഭാഷയിൽ ഇറക്കിയതാണ് ഖുർആൻ. മക്കയിലും പരിസരത്തുള്ള അറബികളല്ലാത്ത ലോകത്തുള്ള 1,000 ഭാഷയിൽ ജീവിക്കുന്ന മനുഷ്യർക്കൊന്നും അള്ളാഹു ഇറക്കിയിട്ടില്ല ഈ ഖുർആൻ എന്ന് ഈ ഖുർആനിൽ തന്നെ പറയുന്നു. അടുത്ത വാചകം നോക്കൂ, 41-ാമത്തെ വാക്യം. പരമകാരുണികനും കരുണാനിധിയുമായിട്ടുള്ളവൻ്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്രേ ഇത്. വചനങ്ങൾ വിശദീകരിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം, മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അറബി ഭാഷയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം. ഇവിടെയും പറയുന്നത് അറബി ഭാഷയിൽ കേട്ടാൽ മനസ്സിലാവുന്ന അറബികൾക്ക് വേണ്ടിയാണ് ഈ ഖുർആൻ എന്നാണ്. ഇനി അടുത്ത കോമഡി കേട്ടോളൂ. യാതൊരു ദൈവദൂതനെയും തൻ്റെ ജനതയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഷയിലല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. പോയില്ലേ മാർക്ക്? പടച്ചോൻ ഓരോ ഭാഷക്കാർക്കും അവരുടെ ഭാഷയിലുള്ള കിതാബും അവരുടെ ഭാഷയിലുള്ള ദൂതനെയുമല്ലാതെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ലോകത്തുള്ള എല്ലാ ഭാഷയിലും പടച്ചോൻ കാറ്റലോഗ് കൊടുത്തയച്ചിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഭാഷയിലും പടച്ചോൻ്റെ കാറ്റലോഗുമായിട്ട് ഏജൻറ്റുമാർ, പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രവാചകൻ അറബി ഭാഷക്കാർക്ക് അറബിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ആളാണ് മുഹമ്മദേ നീ. അതുകൊണ്ട് നീ അറബി ഭാഷയിൽ അറബികൾക്ക് ഇത് പറഞ്ഞു കൊടുത്തോ എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ലോകത്തെ എല്ലാ ഭാഷക്കാർക്കും അവരുടെ ഭാഷയിൽ കിതാബും അവരുടെ ഭാഷയിൽ ദൂതനെയും അയച്ചിട്ടുണ്ട് എന്നാണ് 14-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ ഈ അള്ളാൻ്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ മലയാളികൾക്ക് ഒരു കിതാബ് കിട്ടിയിട്ടുണ്ടാവണമല്ലോ, മലയാളത്തിലൊരു ദൂതൻ വന്നിട്ടുണ്ടാവണമല്ലോ. ആരാണത്? മലയാളത്തിൽ കിതാബുമായി വന്ന ദൂതൻ എവിടെ? മലയാളത്തിൽ ആ ദൂതൻ കൊണ്ടുവന്ന മലയാള കിതാബ് എവിടെ? മലയാളത്തിലുള്ള കാറ്റലോഗ് എവിടെ? തമിഴിൽ വന്നതെവിടെ? ഹിന്ദിയിൽ വന്നതെവിടെ? ലോകത്തുള്ള 1,000 ഭാഷയിൽ അള്ളാൻ്റെ കിതാബ് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. എവിടെയാണ് കിതാബ്? എവിടെയാണ് ദൂതൻ? അറബി ഭാഷ അറിയുന്നവർക്ക് മാത്രമേ ഖുർആൻ മനസ്സിലാവുകയുള്ളൂ എങ്കിൽ ആ ഖുർആൻ എടുത്ത് തോട്ടിലെറിയണം നമ്മൾ. കാരണം നമുക്ക് വേണ്ടിയിട്ടല്ല ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്, അറബികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ പടച്ചോൻ നമ്മളും പടച്ചോൻ്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പടച്ചോനാണെങ്കിൽ നമ്മുടെ ഭാഷയിൽ നമുക്ക് യൂസർ മാനുവലും കാറ്റലോഗും അയച്ചു തരണം. അത് എവിടെയെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന ബഡായിയൊക്കെ വെറും ബഡായി മാത്രമാണ് എന്നാണ്. അതാണ് ഖുർആൻ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും അസംബന്ധങ്ങളുമാണ് ഈ പുസ്തകം നിറയെ എഴുതി വച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ സമൂഹത്തോട് പറയാൻ അതിന് ഞാൻ അറബി ഭാഷയിൽ ഡോക്ടറേറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമല്ല. ഈ പരിഭാഷയൊക്കെ വായിച്ചാൽ തന്നെ അത്യാവശ്യം മണ്ടത്തരമാണിത് എന്ന് തലക്ക് വെളിവുള്ളവർക്കൊക്കെ മനസ്സിലാവും. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി 41-ാം അധ്യായത്തിലെ 44-ാം വാക്യം ഇതാ: നാം ഇതിനെ ഒരു അനറബി ഖുർആൻ ആക്കിയിരുന്നെങ്കിൽ അവർ പറഞ്ഞേക്കും, എന്തുകൊണ്ട് ഇതിലെ വചനങ്ങൾ വിശദമാക്കപ്പെട്ടവയായില്ല? അനറബിയും അറബിയും ആവുകയോ? നീ പറയുക, അത് സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും ശമനൌഷധവുമാകുന്നു. വിശ്വസിക്കാത്തവർക്കാകട്ടെ അവരുടെ കാതുകളിൽ ഒരുതരം ബധിരതയുണ്ട്, അത് അവരുടെ മേൽ ഒരു അന്ധതയായിരിക്കുന്നു. ആ കൂട്ടർ വിദൂരമായ ഏതോ സ്ഥലത്ത് നിന്ന് വിളിക്കപ്പെടുന്നു. അടുത്ത മരമണ്ടത്തരം. അവർ അറബിയിൽ എന്തുകൊണ്ട് ഖുർആൻ ഇറക്കി എന്ന ചോദ്യത്തിന് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഉത്തരം പറഞ്ഞ പടച്ചോൻ അവരുടെ ചോദ്യത്തിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന മണ്ടത്തരമാണിത്. ഇതിന് ഞാനൊരു അനറബി ഭാഷയിലാണ് ഇറക്കിയിരുന്നത് എങ്കിൽ
അവർ പറഞ്ഞേക്കും എന്തുകൊണ്ട് ഇതിലെ വചനങ്ങൾ വിശദമാക്കപ്പെട്ടവയായില്ല. അപ്പോൾ അനറബിയിലാണ് അറബികൾക്ക് ഇറക്കി കൊടുത്തിരുന്നതെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഇതെന്താ അത് വേറെ ഭാഷയിൽ ഇറക്കിയിട്ട് നമുക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് പറയും. തീർച്ചയായിട്ടും പറയില്ലേ. അതെങ്ങനെയാണ് അറബിയിലെ ഖുർആൻ ഇറക്കി എന്നതിന് ഉത്തരമാകുന്നത്? അനറബിയിൽ എന്തുകൊണ്ട് ഇറക്കിയില്ല? അനറബിയിൽ ഇറക്കേണ്ടത് അറബികൾക്കല്ലല്ലോ. പടച്ചോൻ തലക്ക് വെളിവുള്ള ഒരാളാണെങ്കിൽ കിതാബും കാറ്റലോഗും ഇറക്കേണ്ടത് അറബികൾക്ക് അറബിയിലും മലയാളികൾക്ക് മലയാളത്തിലും ഹിന്ദിക്കാർക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷിലും ചൈനക്കാർക്ക് ചൈനീസിലുമാണ്. അതല്ലെങ്കിൽ പിന്നെ പടച്ചോൻ ആദ്യം മുതലേ ആദം നബി മുതൽ തന്നെ പടച്ചോൻ ഒരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു ഭാഷ സംസാരിക്കുന്നവരാവണം. പടച്ചോനാണ് ഭാഷ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തതെങ്കിൽ ലോകത്തെല്ലാവർക്കും ഒരു ഭാഷയേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഭാഷ മനുഷ്യർ ജീവിച്ചു വന്നപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മനുഷ്യരുണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ടാണ് ലോകത്ത് 1,900 വൈവിധ്യമുള്ള ഭാഷകളുണ്ടായത്. പടച്ചോൻ ആദം നബീനെ സൃഷ്ടിച്ചിട്ട് ആദം നബിക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഖുർആനിലെ കഥ പറയുന്നത്. അങ്ങനെ എല്ലാം പഠിപ്പിച്ചു കൊടുത്ത ഭാഷ പടച്ചോൻ ഉണ്ടാക്കിയ ഭാഷയാണെങ്കിൽ ആ ഭാഷ മാത്രമേ ആദം നബീൻ്റെ മക്കളായിട്ടുള്ള ലോകത്തെല്ലാ മനുഷ്യർക്കും ഉണ്ടാവാൻ പാടുണ്ടായിരുന്നുള്ളൂ. ദൈവം മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് ഭാഷയെങ്കിൽ. പക്ഷേ മനുഷ്യർ സ്വയം പഠിച്ചുണ്ടാക്കിയതും മനുഷ്യർ സൃഷ്ടിച്ചതുമാണ് ഭാഷ എന്നതുകൊണ്ടാണ് ലോകത്ത് വൈവിധ്യമാർന്ന ഭാഷകളുണ്ടായത്. അങ്ങനെ വൈവിധ്യമാർന്ന ഭാഷകളുള്ള ഒരു ലോകത്തേക്ക് പടച്ചോൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ യൂസർ മാനുവലും കാറ്റലോഗും കൊടുത്തേക്കാണെങ്കിൽ ചൈനയിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി ചെയ്യുന്നത് പോലെ, അതല്ലെങ്കിൽ ജപ്പാനിലെ ഒരു കമ്പനി ചെയ്യുന്നത് പോലെ ലോകത്തുള്ള എല്ലാ ഭാഷയിലും ലളിതമായിട്ട് ഒരു ബ്രാക്കറ്റ് പോലും ഇല്ലാതെ ലളിതമായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ യൂസർ മാനുവൽ കൊടുത്തയക്കണം. എല്ലാ ഭാഷയിലും ഭാഷാന്തരം ചെയ്ത് കൊടുത്തയക്കണം. ഇന്ന് ചൈനക്കാർക്കും ജപ്പാൻകാർക്കും ജർമ്മനിക്കാർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യം സർവ്വശക്തനായ പടച്ചോനും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ ലോകത്തെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷ പടച്ചോനുണ്ടാക്കണം. ഇനി ഇതൊക്കെ പോട്ടെ, ഈ കാറ്റലോഗും യൂസർ മാനുവലും കൊടുത്തയക്കുന്നിടത്തുണ്ട് വലിയ കോമഡി. കാറ്റലോഗ് യൂസർ മാനുവൽ എന്നുള്ളതൊക്കെ ഇന്നത്തെ ദൈവക്കാരുടെ ചില ബടായികളാണ്. യഥാർത്ഥത്തിൽ കാറ്റലോഗും യൂസർ മാനുവലും കൊടുത്തയക്കുന്നത് പ്രോഡക്റ്റിനല്ല. ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് എടാ പ്രോഡക്റ്റ് ഇങ്ങനെ പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രോഡക്റ്റിൻ്റെ മുമ്പിൽ ഒരു കമ്പനിയും കാറ്റലോഗൊക്കെ വെക്കാറില്ല. പ്രോഡക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ആ പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ സജ്ജീകരിക്കുക, പ്രോഗ്രാം ചെയ്യുക. എന്നിട്ട് ഈ പ്രോഡക്റ്റ് വേറൊരാൾ ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാനാണ് കാറ്റലോഗ് ഇറക്കുന്നത്. ഇവിടെ മനുഷ്യൻ എന്ന പ്രോഡക്റ്റിനെ അള്ളാഹു എന്ന് പറയുന്ന പടച്ചോൻ ഉണ്ടാക്കിയിട്ട് ആ പ്രോഡക്റ്റിൻ്റെ മുമ്പിലേക്കാണ് അള്ളാഹു അഡീഷണലായിട്ട് കാറ്റലോഗ് കൊണ്ട് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? മനുഷ്യർക്ക് വിശക്കുമ്പോൾ ആഹാരം കഴിക്കണമെന്ന് ഏതെങ്കിലും കാറ്റലോഗ് നോക്കിയിട്ടാണോ മനുഷ്യർ പഠിച്ചത്? കുഞ്ഞിനെ പ്രസവിച്ചാൽ കുഞ്ഞിന് മുല കൊടുക്കണമെന്നൊരു പശുവിനെ പഠിപ്പിച്ചു കൊടുത്തത് പശുവിൻ്റെ ഒരു പ്രവാചകൻ ഒരു കിതാബും കൊണ്ടുവന്നിട്ട് ഇതാ അത് വായിച്ചു കൊടുത്തിട്ട് ഇത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണോ? അല്ല. അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഈ പ്രകൃതിയിൽ പരിണമിച്ചുണ്ടായ ഈ പശു എന്ന് പറയുന്ന ജീവിയുടെ ജനിതകത്തിൽ ജന്മവാസനയായി തന്നെ ആ അറിവ് നിക്ഷേപിച്ചിട്ടുണ്ട്. അതാണ് പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞത്. പടച്ചോൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്നും അത് ഇന്ന ആളാണെന്നും അയാൾക്ക് ഇന്ന ആവശ്യമാണ് നിങ്ങളെ കൊണ്ടുള്ളത് എന്നും പടച്ചോൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ പഠിപ്പിക്കണമെങ്കിൽ അത് പഠിപ്പിക്കാൻ ഇതേ ഭാഷ ഉപയോഗിച്ചാൽ മതി. പ്രകൃതിയുടെ ഭാഷ, ജനിതക ഭാഷ, ജന്മവാസനയുടെ ഭാഷ, സ്വയം തിരിച്ചറിയാനുള്ള മസ്തിഷ്കത്തിൻ്റെ ഭാഷ, ബുദ്ധി, യുക്തി, ഇതൊക്കെ മതി. അതൊക്കെ അനുസരിച്ച് തന്നെയാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർക്ക് അഡീഷണൽ ആയിട്ടുള്ളൊരു കാറ്റലോഗിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഈ കാറ്റലോഗും കൊണ്ട് വന്നത് പടച്ചോനല്ല എന്ന് നമ്മൾ പറയുന്നതും അതുകൊണ്ടാണ്. ഈ കാറ്റലോഗൊക്കെ തട്ടിപ്പായിരുന്നു. ഈ മനുഷ്യർക്കിടയിൽ മനുഷ്യരെ കീഴടക്കാൻ ആഗ്രഹിച്ച ചില ബുദ്ധിമാന്മാരായ സാമർത്ഥ്യക്കാരായിട്ടുള്ള ആളുകൾ കൊണ്ടുവന്ന തട്ടിപ്പാണ് ദൈവത്തിൻ്റെ പേരിലുള്ള ഇത്തരം കാറ്റലോഗും വെളിപാടും ഒക്കെ. അതാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ തെളിവുകളാണ് നമ്മൾ ഖുർആൻ ക്ലാസ്സിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തെളിവുകൾ പറയാൻ തൽക്കാലം അറബി ഭാഷയിലൊന്നും പാണ്ഡിത്യം വേണ്ട, പരിഭാഷ മതി എന്നാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അറബികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അറബിയിൽ ലളിതമായിട്ട് പറഞ്ഞു എന്നാണ് ഖുർആനിൽ പറയുന്നത്. എന്നാൽ അറബിയിൽ ഇത് വായിച്ച വ്യാഖ്യാതാക്കൾ, വലിയ വലിയ പണ്ഡിതന്മാർക്ക് പോലും ഇതിൽ ഒരു വാചകവും മര്യാദക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ലളിത ഭാഷ എന്ന് പറയുന്നത് അങ്ങേയറ്റം കോമഡിയാണ്. ഇതാ 19-ാം അധ്യായത്തിൽ 97-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് നിൻ്റെ ഭാഷയിൽ നാം ലളിതമാക്കി തന്നിരിക്കുന്നത് ധർമ്മനിഷ്ഠയുള്ളവർക്ക് ഇത് മുഖേന നീ സന്തോഷ വാർത്ത നൽകുവാനും മർക്കടമുഷ്ടിക്കാരായ ആളുകൾക്ക് ഇത് മുഖേന നീ താക്കീത് നൽകുവാനും വേണ്ടി മാത്രമാകുന്നു.
ഇത് ലളിതമായ ഭാഷയാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിൽ ലളിതമായ ഭാഷ എവിടെയും കാണാനില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഓരോ വാചകത്തെക്കുറിച്ചും അത് ഉദ്ദേശിക്കുന്നത് ഇന്ന ആശയമാണ് എന്ന കാര്യത്തിൽ 1,000 ഗ്രൂപ്പുകൾ തിരിഞ്ഞ് അറബി പഠിച്ച പണ്ഡിതന്മാർ തന്നെ തർക്കത്തിലേർപ്പെടുകയും അടിപിടി കൂടുകയും ചെയ്യുന്ന കാഴ്ചയാണ് 1400 കൊല്ലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യാഖ്യാനിച്ച് 10,000 വ്യാഖ്യാനങ്ങൾ ഇറക്കിയിട്ടും ഇന്നും വ്യാഖ്യാനങ്ങൾ തുടരുകയാണ് ആൾക്കാർ. ലളിതമായ ഭാഷയിൽ ഒരു കാറ്റലോഗ് ഇറക്കിയതാണെങ്കിൽ അത് റസൂൽ പഠിപ്പിച്ച രീതിശാസ്ത്രം അനുസരിച്ച് റസൂൽ തന്നെ വിശദീകരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വ്യാഖ്യാനമേ ആവശ്യമുള്ളൂ ഖുർആനിൽ. ഇത് റസൂൽ ഉണ്ടാക്കിയ ഒരു വ്യാഖ്യാനം. എന്നാൽ പിന്നെ എന്തിനാണ് എല്ലാ കാലത്തും കുത്തിയിരുന്ന ആളുകൾ വ്യാഖ്യാനങ്ങൾ മെനഞ്ഞ് ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം അള്ളാഹിൻ്റെ കാറ്റലോഗ് ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്നതല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇന്നും കുത്തിയിരുന്ന് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇന്നിപ്പോൾ മലയാളത്തിൽ എൻ്റെ അറിവിൽ 3-4 പേര് ഇപ്പോഴും ഇരുന്നിട്ട് ഖുർആനിന് വ്യാഖ്യാനം എഴുതുന്നുണ്ട്. എൻ്റെ അറിവിൽ 4 പേരുണ്ട് ഇപ്പോഴിരുന്നിട്ട്. ഞാനിത് സംസാരിക്കുന്ന നിമിഷവും കുത്തിയിരുന്നിട്ട് ഖുർആനിന് പുതിയ വ്യാഖ്യാനം എഴുതുന്ന 4 പേരെ എനിക്ക് നേരിട്ടറിയാം. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തും കുത്തിയിരുന്ന 1000 ആളുകൾ ഇന്നും വ്യാഖ്യാനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതുവരെ എഴുതപ്പെട്ട വ്യാഖ്യാനങ്ങളുടെ എണ്ണം 10,000 വരും. നബി പഠിപ്പിച്ച രീതിയിൽ, നബി വ്യാഖ്യാനിച്ച രീതിയിൽ ഒരു കാറ്റലോഗ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും മനസ്സിലാക്കിയാൽ മതിയെങ്കിൽ അറബി ഭാഷയിൽ തന്നെ 1,000 വ്യാഖ്യാനങ്ങളും തർക്കങ്ങളും എന്തുകൊണ്ട് വന്നു? ലളിതമായ ഭാഷയിലാണ് പറഞ്ഞതെങ്കിൽ. അപ്പോൾ ലളിതമായ ഭാഷ പോയിട്ട് സാമാന്യമായ ഒരു സ്റ്റാൻഡേർഡ് ഭാഷ, മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഒരു സ്റ്റാൻഡേർഡ് ഭാഷ, ഗ്രാമറുള്ള ഒരു സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്ന ഭാഷ പോലും ഈ ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല. അതിന് കാരണം അള്ളാഹു സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ളതിനാണ്. എഴുത്തും വായന അറിയാത്ത ആളായിരുന്നു അള്ളാഹു. എഴുത്തും വായന അറിയില്ല എന്ന് എന്നെക്കുറിച്ച് പരാതി പറയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഇറക്കിയ പടച്ചോനും അത് വിളമ്പിത്തന്ന നബിക്കും എഴുത്തും വായന അറിയില്ല, അവർക്ക് ഭാഷ പ്രയോഗിക്കാൻ അറിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഖുർആനിൽ മനുഷ്യർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട് എന്ന് നമ്മളല്ല പറയുന്നത്, ഖുർആൻ തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കോമഡി. കാറ്റലോഗ് ഇറക്കിയ കമ്പനിയെ, ആ കമ്പനിയുടെ കാറ്റലോഗിൽ ഇതാ ലോകത്താർക്കും മനസ്സിലാകാത്ത കാര്യങ്ങളും ഞങ്ങളുടെ കാറ്റലോഗിൽ ഉണ്ട് കേട്ടോ എന്ന് എഴുതി വെക്കുമോ? തലക്ക് വെളിവുണ്ടെങ്കിൽ. ഒരു ചൈന കമ്പനി ഒരു പ്രോഡക്റ്റ് ഇറക്കുക, പ്രോഡക്റ്റിൻ്റെ കൂടെ അതിൻ്റെ യൂസർ മാനുവൽ കൊടുത്തേക്കാണ്. യൂസർ മാനുവൽ കൊടുത്തേക്കുമ്പോൾ ആ യൂസർ മാനുവലിൽ പകുതി കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നതും ബാക്കി പകുതി കാര്യം കമ്പനി മുതലാളിക്ക് മാത്രം മനസ്സിലാവുന്നതുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കമ്പനി മുതലാളിയെക്കുറിച്ച് എന്താ ചിന്തിക്കുക? ഇതാ ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്തയച്ച കാറ്റലോഗിൽ കുറേ കാര്യങ്ങൾ ആർക്കും മനസ്സിലാവാത്തതാണെന്ന് ഖുർആനിലുണ്ട്. 3-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യമാണിത്. ഞാൻ അതിൻ്റെ പരിഭാഷ വായിക്കാം. നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിരിക്കുന്നത് അവനത്രേ, അതിൽ മുഹക്കമാത്തും മുതശാബിഹാത്തുമായ വചനങ്ങളുണ്ട്. മുഹക്കമാത്തും മുതശാബിഹാത്തും എന്താണെന്നാണ് പരിഭാഷയിൽ പറയുന്നത്. സുവ്യക്തവും ഖണ്ഡിതവുമായ വചനങ്ങളുണ്ട്, അതുകൂടാതെ ആശയത്തിൽ അവ്യക്തതയുള്ള ചില വചനങ്ങളുമുണ്ട്. എന്നാൽ മനസ്സുകളിൽ വക്രതയുള്ളവർ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും ദുർവ്യാഖ്യാനം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ടും ആശയത്തിൽ സാദൃശ്യമുള്ള വചനങ്ങളെ, അതായത് മുതസാബിഹാത്തായ വചനങ്ങളെ പിന്തുടരുന്നു. അതിൻ്റെ സാക്ഷാൽ വ്യാഖ്യാനം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അറിവിൽ അടിയുറച്ചവരാകട്ടെ അവർ പറയും, ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു, എല്ലാം ഞങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാകുന്നു. ബുദ്ധിശാലികൾ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ. ഖുർആനിലെ വ്യക്തമായ ലളിതമായ കാര്യങ്ങൾ എഴുതിയതിൻ്റെ കൂട്ടത്തിൽ അവ്യക്തമായ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളും അള്ളാഹു തിരികെ ചേർത്തിട്ടുണ്ട് എന്ന്. അതിൻ്റെ അർത്ഥവും ആശയവും എന്താണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്ന്. അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ മനുഷ്യർക്ക് ജീവിക്കാൻ പഠിപ്പിക്കുന്ന കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് കൊടുത്തയച്ച അള്ളാഹുവിന് സത്യത്തിൽ എന്താണ് കുഴപ്പം? ഈ അള്ളാഹുവിനല്ലേ ചികിത്സ ആവശ്യമുള്ളത്? അള്ളാഹുവിന് മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങൾ അള്ളാഹു അവിടെ അള്ളാഹിൻ്റെ കസേരൻ്റെ വീട്ടിൽ വെച്ചാൽ പോരെ. എന്തിനാണ് താങ്ങി പിടിച്ച് ജിബ്രീൽ അത് ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മനുഷ്യന്മാർക്ക് കുഴമ്പി കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ ഉദ്ദേശം പറയുന്നത് അത് മനുഷ്യന്മാരെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ കാറ്റലോഗ് കൊടുത്തയച്ചിട്ട് മനുഷ്യന്മാരെ ആ കാറ്റലോഗ് അനുസരിച്ച് മാനം മര്യാദക്ക് ജീവിക്കണം എന്നല്ല ഈ ചങ്ങാതി ആഗ്രഹിക്കുന്നത്. ആ കാറ്റലോഗ് വായിച്ചിട്ട് തന്നെ മനുഷ്യന്മാർ തമ്മിൽ തല്ലുകൂടിയിട്ട് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന
ഒരു കൊടും ക്രൂരനായിട്ടുള്ള ഒരു മാനസിക രോഗിയാണ് ഇത് കൊടുത്തയച്ച പടച്ചോൻ എന്ന് പടച്ചോൻ്റെ കിതാബ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് ഈ വാചകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാവുന്നത്. മുഴുക്കമാത്തും മൂത്തശാബിയാത്തുമായ ആയത്തുകൾ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്. അതിൽ മൂത്തശാബിയാത്ത് എനിക്ക് മാത്രമേ തിരിയുള്ളൂ, ഓർക്കാർക്കും തിരിയില്ല. ഞാനത് കൊടുത്തയച്ചത് ഓല അതൊക്കെ വായിച്ചിട്ട് തമ്മിൽ കച്ചറുണ്ടാക്കാനും തർക്കിക്കാനും വേണ്ടിയിട്ടാണ് എന്ന്. എന്താ ഇതിനെക്കുറിച്ചൊക്കെ പറയാം? ഇതാണോ ഒരു പടച്ചോൻ്റെ കാറ്റലോഗിൽ എഴുതി വെക്കേണ്ട കാര്യം? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഇതാരുടെ തലയിൽ നിന്ന് വന്നതാണെന്നും ആ തലയുടെ ഉടമസ്ഥന് എന്തായിരുന്നു കുഴപ്പമെന്നും ഇതുപോലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. പടച്ചോൻ കാറ്റലോഗ് കൊടുത്തയച്ചു എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരാണ്. ഞാൻ പറഞ്ഞല്ലോ, പടച്ചോന് ഈ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, തേനീച്ചക്ക് കൂടുണ്ടാക്കാൻ പടച്ചോൻ വഹി ഇറക്കി കൊടുത്തു. ഈ വഹി ഇറക്കുന്ന ഏർപ്പാട് മതിയല്ലോ മനുഷ്യർക്കും. പിന്നെന്തിനാണ് തേനീച്ചയ്ക്ക് എന്തായാലും ഒരു കാറ്റലോഗും പുസ്തകവും ഒരു ദൂതനെയൊന്നും കൊടുത്തയച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ മനുഷ്യർക്ക് മാത്രം മനുഷ്യരെന്താണോ അറിയേണ്ടത്, മനുഷ്യരെന്താണോ മനസ്സിലാക്കേണ്ടത്, ആ കാര്യം മനുഷ്യർക്ക് എല്ലാവർക്കും കൊണ്ട് വഹി ഇറക്കി കൊടുത്താൽ പോരെ. ഈ കണ്ട കോടാനകോടി തേനീച്ചകൾ ഓരോ തേനീച്ചക്കും പോയിട്ട് അള്ളാഹു വഹി ഇറക്കി കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. തേനീച്ച എന്ന് പറയുന്ന ജീവിയുടെ ജനിതക കോഡിലാണ് അത് കൂടുണ്ടാക്കാനുള്ള അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ കോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതാണ് പ്രകൃതിയിൽ സംഭവിക്കുന്നത്. പടച്ചോനാണ് അത് ചെയ്തതെങ്കിൽ എല്ലാ ജീവികളുടെയും ജനിതകത്തിൽ കോഡ് ചെയ്താൽ മതി. ആ ജീവി എങ്ങനെ ജീവിക്കണമെന്നാണോ ആ ജീവിയെ ഉണ്ടാക്കിയ നിർമ്മാതാവ് ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് അതിനകത്ത് പ്രോഗ്രാം ചെയ്താൽ മതി. അഡീഷണലായിട്ട് കാറ്റലോഗ് കൊടുത്തയക്കുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരം തന്നെ. ഒരു നിർമ്മാതാവ്, ഒരു സ്രഷ്ടാവായ പടച്ചോൻ ചെയ്യേണ്ട കാര്യമില്ല. ലോകത്ത് ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് പ്രോഡക്റ്റിൻ്റെ മുമ്പിൽ ഇന്ന പ്രോഡക്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റലോഗ് കൊടുത്തേക്കാറില്ല. ഒരു പ്രോഡക്റ്റ് വേറൊരാൾ ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാറ്റലോഗ് കൊടുത്തേക്കുന്നത്. ഇവിടെ മനുഷ്യൻ എന്ന പ്രോഡക്റ്റിനോട് എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നിർമ്മാതാവായ പടച്ചോൻ കാറ്റലോഗ് കൊടുത്തയച്ചു എന്ന് പറഞ്ഞാൽ ആ പടച്ചോന് തലക്ക് വെളിവില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം.